പ്രഭാതകിരണം ചൊരിഞ്ഞു നിൽക്കും പ്രശാന്ത സുന്ദര ഗ്രാമഭംഗി. പ്രഭാതകിരണം ചൊരിഞ്ഞു നിൽക്കും പ്രശാന്ത സുന്ദര ഗ്രാമഭംഗി. അർക്കനെത്തി പുലർക്കാലവേളയിൽ പൊൻകതിർകളാൽ പുൽകിടുമ്പോൾ പൊൻകതിർകളാൽ പുൽകിടുമ്പോൾ പ്രഭാതകിരണം ചൊരിഞ്ഞു നിൽക്കും പ്രശാന്ത സുന്ദര ഗ്രാമഭംഗി. കാടും മലകളും മേടും പുഴകളും പുളകത്താൽ പുൽകുന്ന ഗ്രാമഭംഗി. കാടും മലകളും മേടും പുഴകളും പുളകത്താൽ പുൽകുന്ന ഗ്രാമഭംഗി. നാടിൻ്റെ നന്മയും കാടിൻ്റെ മേന്മയും മുക്തമാം സംഗീത ജീവിതഗാഥയും പ്രഭാതകിരണം ചൊരിഞ്ഞു നിൽക്കും പ്രശാന്ത സുന്ദര ഗ്രാമഭംഗി. ഉഴപ്പി ഏട്ടാ ഉമ്മർത്താൻ കിടന്നോ? ഓ ചുമ്മാ ഒന്ന് കിടന്ന. ജ്യൂസ് കുടിക്കും. ഇത്ര പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കിയോ? അതൊക്കെ നിമിഷാരം കൊണ്ടല്ലേ. മനസ്സിനൊരു ഭാരം. അങ്ങനൊന്നും ചിന്തിക്കണ്ട, എല്ലാത്തിനും ഒരു വഴി തെളിയും. ഇവിടുത്തെ അയൽവക്കത്തൊക്കെ ഒന്ന് പോണ്ടേ, പരിചയപ്പെടാൻ. പരിചയപ്പെടുന്നത് നല്ലതാണ്. ഒരകൽച്ച ഇട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. സൂക്ഷിച്ചും കണ്ടിച്ചും ഒക്കെ വെക്കണം, അതാ നല്ലത്. ഇനി അവിടെ കിടക്കല്ലേ? ഇല്ല, ഉല്ലാസ കളി വേളം. ഓടിവാ കണ്ണ ചാടിവാമ. അവിടെ ഒരു കിൽക്കൂട് ഉണ്ടോ? അടിപൊളി, കൊള്ളാം. ഒന്ന് ബെല്ലടിച്ചു. ഹായ് ചേച്ചി, ഞങ്ങളിവിടെ താഴെ പുതുതായിട്ട് താമസത്തിന് വന്നാട്ടോ. വന്നാട്ട് ഞാൻ രാജ്കുമാർ, ഇത് ഭാര്യ സൗമ്യ. ഞങ്ങൾ ഈരാറ്റുപേട്ടക്കാരാണ്. ഞങ്ങൾക്ക് അവിടെ ബിസിനസ്സായി. പിന്നെ ഈ അടുത്തിടെയാണ് താഴെ പുതിയതായി താമസത്തിന് വന്നത്. എൻ്റെ ഒരു ഫ്രണ്ട് പുള്ളിയാണ് വീടെല്ലാം അറേഞ്ച് ചെയ്ത് ശരിയാക്കി തന്നത്. ഞാൻ ശരത്ത്, ഇത് ചേട്ടൻ ശേഖർ, അതെൻ്റെ ഭാര്യ പ്രിയ, ഇത് ചേട്ടത്തി സീമ. ഞങ്ങൾക്കൊരു മകനുണ്ട് വിക്രം. ഇവർക്ക് 2 പെൺമക്കളാണ്, സിക്കയും മുക്തയും. വർക്ക് ചെയ്യുന്നുണ്ടോ? നമ്മൾ ബിസിനസ്സാണ് ചെയ്യുന്നത്, ഇവര് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്? എനിക്ക് ഫർണിച്ചറിൻ്റെ ബിസിനസ്സായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. ഇപ്പോൾ വേണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ ഓക്കെ.
ഹലോ ഹലോ ആ എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റിയില്ല. സന്തോഷം. ശരി, ഇപ്പോഴും ഓക്കെ ഓക്കെ. ആ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കോൾ വന്നു, പോയേ പറ്റത്തുള്ളൂ. നിങ്ങളൊരു ദിവസം എല്ലാവരും കൂടെ താഴോട്ട് വരണം. എല്ലാവരും കൂടെ വരണേ ഒരു ദിവസം. നിർബന്ധമായി വരണം. ശരിയാ, വരണേ കേട്ടോ. ഓക്കെ, ബൈ. ഹലോ, സൗമ്യയല്ലേ? ഞാൻ പ്രിയയാണേ. എന്തൊക്കെയുണ്ടോ വിശേഷം? ഓ, നിങ്ങൾ യാത്രയിലാണോ? ഓ, പിന്നെ നിങ്ങൾ നാളെ വീട്ടിലുണ്ടാവുമോ? ഞങ്ങൾ നാളെ അങ്ങോട്ട് വരാമെന്ന് വെച്ചായിരുന്നു. അയ്യോ, ഒന്നും വേണ്ട, ഒന്നും വേണ്ട. ഓ ഇല്ല ഇല്ല, ഓക്കെ ഓക്കെ ഓക്കെ, അവിടെ ഒന്ന് കഴിച്ചോളാം. ഓക്കെ, അപ്പോൾ എന്നാൽ നാളെ കാണാം. ഓക്കെ, ബൈ. ആ, വരൂ 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 ഏട്ടാ, ദാ അവരെത്തി. ഇക്കരയെത്തിയാൽ അക്കരയെത്തിടാൻ, അക്കരയെത്തിയാൽ ഇക്കരയ്ക്കും, ഇക്കരയെത്തിയാൽ അക്കരയെത്തിടാൻ, അക്കരയെത്തിയാൽ ഇക്കരയ്ക്കും എത്തുവാൻ വെമ്പുന്ന മാനവ ഹൃദയങ്ങൾ ഭാവനയേക്കുന്നു മായികയോഗത്തെ. ഹലോ 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 ഹലോ. അയ്യോ, ഇവിടെ ഉണ്ട്. ഹലോ, ഞാനേ വിളിച്ചത് എടുക്കാഞ്ഞതല്ല, ഞാനൊരു പറ്റിക്കാനൊന്നുമല്ല. പൈസ തരാനുള്ള കാര്യമൊക്കെ നമുക്കറിയാം. ഞാൻ അധികം താമസിയാതെ തന്നെ അവിടെ എത്തിച്ചേക്കാം, ഷുവറായിട്ടും. ഹലോ ഹലോ ഹലോ, ഞാൻ കുറച്ച് ലേറ്റായി. അങ്ങോട്ട് ചെയ്യാം. ഞാൻ വരാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ, എനിക്കൊരു ഫർണിച്ചർ ബിസിനസ്സായിരുന്നു ഈരാറ്റുപേട്ടയിൽ. ബിസിനസ് ശകലം മോശമായപ്പോഴാണ് ഇങ്ങോട്ട് മാറേണ്ടി വന്നു. കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായി, കുറേ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം ചില പാർട്ടികൾക്ക് കൊടുക്കാനുള്ളത് അതിൽ ഒരാൾ കുറച്ച് ഗൗരവമായിട്ട് തന്നെ പൈസ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. ഭീഷണിപ്പെടുത്തുന്ന ലെവൽ വരെ ആയിട്ടുണ്ട്. അതെങ്ങനെയും ഒന്ന് കൊടുത്തേ മതിയാവും. ഒഴിവ് പറഞ്ഞു മാറി നിന്നിട്ടും പുള്ളി ഇപ്പം നിർബന്ധമായിട്ട് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് തന്നെയാണ് പറയുന്നത്. ചോദിക്കുന്നത് ശരിയല്ല, എന്നാലും ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചോദിക്കുക. നിങ്ങൾക്കൊന്ന് സഹായിക്കാൻ പറ്റും? ഒരു 10 ലക്ഷം രൂപ ഒന്ന് തന്നാൽ
കുറച്ച് ദിവസത്തിനുള്ളിൽ എനിക്ക് എങ്ങനെയെങ്കിലും തിരിച്ചു തരാൻ സാധിക്കും. ഈ സമയത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്തേ മതിയാവൂ. കാരണം തരാമോ എന്ന് ചോദിക്കുന്നില്ല, തന്നേ പറ്റൂ. നിങ്ങളുടെ അടുത്തല്ലാതെ എനിക്ക് വേറൊരു മാർഗമോട്ട് കാണുന്നുമില്ല. എങ്ങനെങ്കിലും ഒന്ന് ചെയ്തു തരണം. എങ്ങനെ വിശ്വസിക്കാൻ? കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഒന്ന് മേടിക്കും? കൊടുക്കാൻ നോക്കും. എങ്ങാണ്ട് വന്നവന് കാരണം നാളെ കൊടുത്തേ പറ്റത്തുള്ളൂ. പുള്ളി ഭയങ്കര ശല്യമായി. ഞാൻ രാവിലെ നിങ്ങൾ അങ്ങോട്ട് ബാങ്കിനോടോട്ട് വരുമോ, എങ്ങനെങ്കിലും ചെയ്യാം, ഒന്ന് തിരിച്ച് മറിക്കാൻ ആ പൈസ ഒന്ന് അറേഞ്ച് ചെയ്ത് 10 ലക്ഷം രൂപ തന്നാൽ ഉറപ്പായിട്ട് കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു തരാൻ പറ്റും. ബിസിനസ്സിൽ അത്ര മോശമായി പോയതുകൊണ്ടാണ്. കൊടുത്തേ പറ്റത്തുള്ളൂ, വേറെ ഒരു നിവർത്തിയില്ല. ഒന്ന് സഹായിക്കാം. നമുക്കിപ്പോൾ ഇച്ചിരി ടൈറ്റില്ല, ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ. പ്രയാസമായിരുന്നു. അല്ല, ഒന്ന് കുറച്ച് ദിവസത്തേക്കൊന്ന് തിരിച്ചു മറിക്കാനൊക്കത്തില്ലേ? ഓ, നടപ്പാശമില്ല, ഇപ്പൊ സാധ്യമല്ല. പറ്റത്തില്ല. അല്ല, ഒന്ന് നോക്കുന്നേ. ഓ, പറ്റത്തില്ലെന്നേ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. ഭഗവാനെ, ആകെ ഉണ്ടായിരുന്നു വഴിയാൽ. ആരോട് പോയിട്ട് ഉറങ്ങിയില്ലേ ഇതുവരെ? കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ശേഖറും ശരത്തും ദാരിദ്ര്യവാസികൾ. ഒരത്യാവശ്യത്തിന് അതുപോലെ ആവശ്യമുള്ളത് കൊണ്ടാണ് 10 ലക്ഷം രൂപ അവരോട് പോയി തെണ്ടിയത്. എന്നിട്ട് എന്നെ വിശ്വാസമില്ലെന്ന് പറഞ്ഞ് ആട്ടിപ്പായിച്ചു. അവൻ്റെയൊക്കെ സുഖവും സന്തോഷവും സമാധാനവും തോലയ്ക്കും ഞാൻ. ഒരു വഴി ഞാൻ കണ്ടിട്ടുണ്ട്. നോക്കട്ടെ. നീളോ, ഞാനിപ്പോൾ നീളോ. ഹലോ, ശരത്തല്ലേ? ഞാൻ രാജ്കുമാറാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? ആ ശരി 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 ശരി. ഞാൻ വിളിച്ചതേ, നല്ല സൂപ്പർ ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്കുണ്ട്. കണ്ടിട്ട് നല്ല റോഡിൻ്റെ സൈഡാണ്, നല്ല ഭംഗിയുള്ളൊരു പ്ലോട്ട്. അതൊന്ന് നമുക്കൊന്ന് പോയി നോക്കിയാൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വാങ്ങാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഒരു പരിചയക്കാരൻ്റെയാണ്, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളുടെയാണ്. നമുക്കത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. നാളെ രാവിലെ ഒന്ന് പോകാം, നമുക്കൊന്നിച്ചങ്ങ് പോകാം. ഇതാണ് നമ്മുടെ സ്ഥലം. ഇവിടെ നിർത്താം. ഇറങ്ങി പോ. നമുക്ക് ആ തണലിലോട്ട് നിൽക്കാം. 25 സെൻറ്റാണ് ഈ സ്ഥലം. 60 ലക്ഷമാണ് നമുക്ക് ഡീൽ ഉറപ്പിക്കാം. ഫിലിപ്പ് സാറ് പറയുന്ന ഈ വസ്തു കിട്ടിയിട്ട് എന്തോനാണെന്ന് യാതൊരു കാര്യവുമില്ല. റോഡ് സൈഡാണ്, നല്ല ഭൂമിയാണ്, ഉറച്ച മണ്ണുമാണ്, പൊന്നു കളയുന്ന ഭൂമിയാണ്. ആ ടവർ നിൽക്കുന്ന ഭാഗം ഇതിൽ ഉൾപ്പെടുന്നതാണോ ഈ പ്ലോട്ടിൽ? ഇല്ലില്ല, അത് ഭാഗം ഉൾപ്പെടുത്തില്ല. മുൻഭാഗം മാത്രമേ നമ്മൾക്ക് തകർത്തു.
പിന്നീട് നോക്കാം. എന്തുകൊണ്ട് നല്ല ലാഭം ഇത് ഒത്തു കിട്ടിപ്പോയി. റോഡ് സൈഡായതുകൊണ്ട് പിന്നീട് മറിച്ച് വിറ്റാലും ലാഭം തന്നെ കിട്ടും. ഏതായാലും ഒരു കാര്യം ശേഖരിയായിട്ടോടെ സംസാരിക്കും. പുള്ളിയെ കണ്ടുവന്ന് ഈ മൊത്തം ഒന്ന് കാണിക്കുക. എന്നിട്ട് തീരുമാനിക്കും നിങ്ങൾ എന്ത് ചെയ്യണോ. പിന്നെ ഓർമ്മയുണ്ടല്ലോ ഞാൻ പറഞ്ഞത്, ഫിലിപ്പ് സാറ് സമയത്ത് വരും, ഒപ്പിട്ടിട്ട് പുള്ളി പോകും. പുള്ളി എപ്പോഴും നല്ല തിരക്കാണ്, വരാൻ സാധ്യതയേയില്ല. അന്നേരം ഓടി വന്ന് ഒപ്പിട്ടിട്ട് പുള്ളി പോകും. എന്നെ എല്ലാ താല്പര്യങ്ങളും പുള്ളി ഏൽപ്പിച്ചിരിക്കുക. 40 ലക്ഷം രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം, 20 ലക്ഷം രൂപ ക്യാഷായിട്ട് എന്നെ ഏൽപ്പിക്കണം. റെഡി ആണെങ്കിൽ ഈ ആഴ്ച തന്നെ നമുക്ക് ഡീൽ ക്ലോസ് ചെയ്യും. ഓക്കെ, ഒന്ന് തീരുമാനിച്ചു നോക്കാം. നിങ്ങൾ തമ്മിൽ പരസ്പരം ഒന്ന് സംസാരിച്ച് ഉറപ്പിക്കും. ഷാജി പറഞ്ഞ സ്ഥലം പോയി കണ്ടു. 60 ലക്ഷമാണ് അവർ ചോദിക്കുന്നത്. നല്ല സ്ഥലമാണ്. ഓക്കെ, പറഞ്ഞേക്കട്ടെ. ആ ശേഖരേട്ടാ, രാജ്കുമാറാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാൻ വിളിച്ചതേ നമുക്ക് ഒന്ന് പേഴ്സണലായിട്ടൊന്ന് കാണണമായിരുന്നു, അത്യാവശ്യമായിട്ട്. എപ്പോഴാണ്? നാളെ രാവിലെ ഫ്രീ ആണോ? ഒന്ന് വേണ്ട ശരത്ത് വേണ്ട, ഒറ്റയ്ക്ക് വന്നാൽ മതി. ശേഖരേട്ടൻ തന്നെ വന്നാൽ മതി. ഒരു കാര്യം സംസാരിക്കാനായിരുന്നു. അതെ അവിടെ വന്നാൽ മതി. കറക്റ്റ് അവിടെ വന്നാൽ മതി. ഞാനവിടെ എത്തിയേക്കാം. ശരി, അന്ന് മറക്കല്ലേ, അത്യാവശ്യമാണ്. ഓക്കെ ഒറ്റയ്ക്ക് മതി. ഒറ്റയ്ക്ക് മതി. ശരി ഓക്കെ. എന്താണ് എന്നോട് സംസാരിക്കാനെന്ന് പറഞ്ഞത്? അന്ന് ആ പ്ലോട്ട് വാങ്ങിയിരുന്നില്ലേ, ഞാൻ ഏർപ്പാട് ചെയ്തു. അതെ, അതിൽ ബിൽഡിംഗ് വല്ലതും കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ശരത്തിനോടൊന്ന് ചോദിച്ചിട്ട് പറയാം. നിങ്ങൾ എന്തിനാ എല്ലാം ഈ ശരത്തിനോട് ചോദിക്കട്ടെ. പുള്ളിക്ക് അങ്ങനൊന്നും ഇല്ലല്ലോ. പക്ഷേ അതെങ്ങനെ പറയാൻ? ഒന്നുമില്ല, ഞാൻ ചോദിച്ചത് പറഞ്ഞതേ. അല്ലല്ല, എന്തെല്ലാം കാണാൻ ഇങ്ങനെ പറയാൻ? ശരത്തിന് ഫിനാൻഷ്യലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഐ മീൻ പേഴ്സണലായിട്ട് എന്തെങ്കിലും ബാധ്യത വല്ലതും ഉണ്ടോ? നിങ്ങൾ ഒന്നിച്ചല്ലേ ബിസിനസ് ചെയ്യുന്നത്? അതെ, ഒന്നിച്ചാ ബിസിനസ് ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. കാരണം അന്ന് വസ്തു മേടിച്ചപ്പോൾ 50 ലക്ഷം രൂപയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 10 ലക്ഷം രൂപ പക്ഷെ പുള്ളിക്ക് നിങ്ങൾ അറിയാതെ വേണമെന്ന്. 50 ലക്ഷം രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തു, 20 ലക്ഷം രൂപ നിങ്ങൾ എന്നെ ക്യാഷ് ഏൽപ്പിച്ചു ഫിലിപ്പ് സാറിന് കൊടുക്കാൻ. ഞാനതിൽ 10 ലക്ഷം ഫിലിപ്പ് സാറിനെ ഏൽപ്പിച്ചു, 10 ലക്ഷം ഞാൻ പുള്ളിയെ ഏൽപ്പിച്ചു. നിങ്ങൾ അറിയാതെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഏൽപ്പിച്ചത്. പറയാൻ മനസ്സിലായോ? അപ്പം ഞാൻ വിചാരിച്ച എന്തെങ്കിലും ബുദ്ധിമുട്ട് പുള്ളിക്ക് കാണും, വേറെ ആരെ അറിയിക്കരുതെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ നിങ്ങളോട് ഉൾപ്പെടെ ആരോടും പറഞ്ഞില്ല. പിന്നെ ഇപ്പം നിങ്ങളോട് കുറച്ച് വിശ്വാസം, നിങ്ങളും ആ കൂടെ നടക്കുന്ന ആളാണല്ലോ, അറിഞ്ഞിരിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശരത്തെ എന്നും പറഞ്ഞിരിക്കരുത്. ഈശ്വരാ, ഞാൻ എന്താ കേൾക്കുന്നത്? ശരത്ത് എന്നെ എങ്ങനെ ചതിക്കുമായിരുന്നു. അവരെ ഞാൻ വിശ്വസിച്ച് പൊട്ടനായല്ലോ അവസാനം. ഇതിനി അവിടെ പോയി ചോദിക്കാൻ പറഞ്ഞാൽ മനസ്സിലായോ? കാരണം എന്താന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ വന്ന് പറഞ്ഞു അതായി ഇതായി അറിയരുതെന്ന് പറഞ്ഞതല്ലേ എന്നും പറഞ്ഞ് പുള്ളി സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് വേണം നിങ്ങളുടെ കുടുംബ സമാധാനം ഞാനില്ലാക്കിയെന്ന് പറയാം. നിങ്ങളെങ്ങനെങ്കിലും സമാധാനത്തോടെ നിങ്ങളെല്ലാം കൂടെ ജീവിക്കുകയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവരെ നിങ്ങളെ ഒന്ന് ധരിപ്പിച്ചെന്നേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ഇതിനകത്ത് ഒരു കാര്യങ്ങളും ഇല്ല. മനസ്സിലായല്ലോ? ഇതുമായൊരു വിഷയത്തിൽ യാതൊരു വിഷയവും പിന്നെ പറയാൻ പാടില്ല. ശരി, ഓക്കെ. ചായ കുടിച്ചു കഴിഞ്ഞോ എല്ലാവരും? നിങ്ങൾക്ക് മതിയോ പിള്ളേരെ? മതിയായിരുന്നു. മോന് വേണ്ടായോ? മോള് കുടിച്ചോ? മോക്ക് മതിയായിരുന്നു. ചായ കുടിക്കും, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. ഓരോ നോട്ടോണ്ട് ഇരിക്കുക. എവിടെ നോക്കിയാലും ചതിയുടെ വഞ്ചനയുടെ കഥയേ ഉള്ളൂ. അതന്നെ പേപ്പറിൽ വിശ്വാസവഞ്ചന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തതാണ്. അതെ അതെ. എങ്ങനെയൊക്കെ ഇവർക്ക് തോന്നുന്നു ഇങ്ങനെ ചതിക്കാൻ? കൂടെ ഉള്ളവർ തന്നെയാണ് ചതിക്കാൻ. ആരെ ചതിച്ചെന്ന് പറ.
ചതിച്ചവർക്ക് അറിയാമല്ലോ ആരെയാ ചതിച്ചതെന്ന്. അയ്യോ പിന്നെ ഇങ്ങനെ പറയാതെ ആരാ ചതിച്ചെന്നൊക്കെ പറ. എനിക്ക് പറയാൻ ഒരു മടിയില്ല. എന്നാ അതൊക്കെ പറ. എന്തുവാ കാര്യം? ഏതാണ്ട് കുറെ നേരം കൊണ്ട് അങ്ങ് പറയുവോ. എന്ത് വിശ്വസിച്ചാ ഇറങ്ങി തിരിച്ചു വന്ന് ഞാൻ ഓർക്കുക ഈ കുന്തത്തിന്. അല്ല കുറെ ദിവസമായിട്ട് പറയാനുള്ളത് ചതിച്ചു, വഞ്ചിച്ചു, കൊന്നു, അത് ഇത് എന്താണെന്ന് പറയുന്നത്. ചതിച്ചവർക്ക് അറിയാമല്ലോ എന്താ ചെയ്തതെന്ന്. മറന്നുപോയോ? ഓർമ്മ ചോദിക്കാൻ നോക്ക് എന്താ ചെയ്തതെന്ന്. പറയുമായിരുന്നു. നിങ്ങളെ ഞാൻ അടിച്ചു മാറ്റിയോ? ചതിച്ചോ നിങ്ങളെ? ഞാൻ അടിച്ചു മാറ്റിയോ? അറിയാത്ത ഈ കള്ളപ്പൂച്ച പാല് കുടിക്കുന്ന ആരും അറിയില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. അതങ്ങ് നിങ്ങളെ പോക്കുന്നിനെ കാണിച്ചേക്കട്ടെ കേട്ടോ. ഞാനെന്താ ചോദിച്ചതാ പറയുന്നത്. എന്തോ വിശ്വാസത്തിന് ഞാൻ ചെയ്തു. എന്നെ കൂടെ പറഞ്ഞില്ല, ആവശ്യമില്ലാത്ത കാര്യം പറയരുത് കേട്ടോ. നിങ്ങൾക്ക് അറിയത്തില്ല എന്തോ മനസ്സിലായോ? ചിരിവാരിപ്പൂസിയ മിത്രമാം നിന്നുടെ ചിത്തത്തിനുള്ളിലെ ചിന്തകളോ കുറ്റവർ വേർപെട്ട ശോകത്തിൻ മാറാലയാൽ നിറയുന്നു ഹൃദയരന്ധ്രങ്ങളിൽ ചിന്തയ്ക്കതീതമാം പ്രപഞ്ച സത്യങ്ങളെ പിശകിനാൽ കോപിക്കുമെങ്കിൽ അതൽപ്പത്തരമെന്നേ പറയാവുള്ളൂ. ബന്ധങ്ങളെ സുഹൃതമാക്കും ജഗത്തിൽ സദ്ബന്ധങ്ങൾ നന്മകൾ വിളിച്ചമേകുന്നു. ബന്ധങ്ങൾ ഇത്തിൽ കണ്ണിയായി പടരുമ്പോൾ ബന്ധനമാകുമീ സ്നേഹബന്ധങ്ങൾ. കരിനിഴൽ വീഴുന്നു, കാർമേഘം മൂടുന്നു, പവനന്റെ അലകളിൽ പേമാരി പെയ്യുന്നു. മഴ പെയ്തൊഴിഞ്ഞു ശാന്തമാകും നേരം അമരുന്നു നന്മയുടെ മൂല്യവും ശുദ്ധിയും. മഴ പെയ്തൊഴിഞ്ഞു ശാന്തമാവും നേരം അമരുന്നു നന്മയുടെ മൂല്യവും ശുദ്ധിയും. അമരുന്നു നന്മയുടെ മൂല്യവും ശുദ്ധിയും. ഞാൻ ഫിലിപ്പ്. അതെ 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 വസ്തുവിന്റെ. ഓ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറെ ആയിട്ട് ഇങ്ങോട്ട് വരാൻ നോക്കുകയായിരുന്നു, ബിസിയായി പോയി. അതുകൊണ്ടാണ്. പിന്നെ രാജ വസ്തുവിന്റെ കാര്യത്തിലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം മംഗളമായിട്ട് നടന്നല്ലോ.
എന്തോ ഒരു അതൃപ്തി പോലെ. വസ്തു കൈമാറ്റത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എത്ര രൂപയ്ക്കാണ് ഈ വസ്തു വിറ്റത്? 50 ലക്ഷം രൂപയ്ക്ക്. സത്യം പറയണം, നിങ്ങൾക്ക് 50 ലക്ഷം മൊത്തം കിട്ടിയോ? അത് 50 ലക്ഷം രൂപയ്ക്കാണ് കൊടുത്തത്. 50 ലക്ഷം രൂപ അക്കൗണ്ടിലും 10 ലക്ഷം രൂപ രാജ് പൊട്ടത്തരികയും ചെയ്തു. എന്താ? നമുക്കൊരു തെറ്റ് പറ്റി. നമ്മൾ 60 ലക്ഷം രൂപയാണ് കൊടുത്തത്. 60 ലക്ഷം രൂപയോ? 10 ലക്ഷം രൂപ അയാൾ നമ്മളെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ഇതൊരു പാഠമാണ്. കഴിവതും ഇടപാടുകൾ നേരിട്ട് നടത്തണം, അതിന് ശ്രദ്ധിക്കണം. ഫിലിപ്പ് സാർ നമ്മൾ മൊത്തം 50 ലക്ഷം രൂപ കൊടുത്തു. 40 ലക്ഷം അക്കൗണ്ടിൽ. പിന്നെ നമ്മൾ രാജ്കുമാറിനെ കൊടുത്തിട്ട് 20 ലക്ഷത്തിൽ ഈ 10 ലക്ഷം ഇവിടെ പോയി. ഇപ്പോഴാ കാര്യം മനസ്സിലായ. രാജ്കുമാർ നമ്മളെ പറ്റിക്കുമായിരുന്നു. 10 ലക്ഷം രൂപ അടിച്ചു മാറ്റി. ഞാനിതറിയാതെ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇതായിരുന്നു അപ്പൊ ആ വഴക്കിന് കാരണം. ഇപ്പൊ കാര്യം മനസ്സിലായി. നമുക്ക് ആ രാജ്യം കാണണ്ടേ? ശരി, കാണണം. മറ്റേ നമ്മുടെ ആ വസ്തു കച്ചവടത്തിൽ 10 ലക്ഷം രൂപ നമ്മളെ വഹിപ്പിച്ച് കളിപ്പിച്ചു. അത് നമ്മൾക്ക് നിങ്ങളുള്ള വിശ്വാസത്തിലായിരുന്നു. 10 ലക്ഷം രൂപ നമ്മൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അന്ന് നിങ്ങളുടെ മുന്നിൽ വന്ന് 10 ലക്ഷം രൂപ ഞാൻ തെണ്ടിയത്? ഒരുപാട് പ്രശ്നത്തിലിരുന്നാണ് നിങ്ങളോട് ആ 10 ലക്ഷം രൂപ ഞാൻ ചോദിച്ചത്. ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു, ഭയങ്കര പ്രശ്നത്തിലായിരുന്നു. ഈരാറ്റുപേട്ടയിൽ ഫർണിച്ചർ കട നടത്തി കുറച്ച് ബാധ്യത വന്നപ്പോൾ അവിടെയും ഞാൻ വിചാരിച്ച കാര്യം എന്താണെന്നറിയാമോ? അവരെ പോലും ഞാൻ പറ്റിക്കരുതെന്നാണ്. എങ്ങനെയെങ്കിലും ആ പൈസ തീർത്തേക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അതിനാൽ ഞാൻ നിങ്ങളോട് കേണപേക്ഷിച്ചത്, കെഞ്ചിയത്. കയ്യിൽ വെച്ചിട്ടാ പൈസ തരാഞ്ഞത്. നിസ്സാരമായ തുക അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. അന്ന് ഞാൻ ഉന്നത നിന്റെ കയ്യിൽ നിന്ന് തന്നെ ആ പൈസ മേടിക്കുക, ഏതു വിധേനയും സാധിക്കുക. ഞാനിപ്പോൾ സാധിച്ചു. നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ അത് പറ്റിച്ചു മേടിച്ചു. സ്നേഹവും കൂട്ടുകച്ചവടവും ഞാനൊന്ന് തോണ്ടി നോക്കിയപ്പോൾ തീർന്നു നിങ്ങളുടെ അണ്ണൻ തമ്പി സ്നേഹം. എന്നെപ്പോലെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പരസ്പരം സംസാരിക്കും, കാര്യങ്ങൾ ക്ലിയർ ചെയ്യും. കേട്ട പാതി കേൾക്കാത്ത പാതി പോയി തുള്ളരുത്. അത് നിങ്ങൾക്കുള്ള പാഠമാണ്. എന്നാലും ഞങ്ങളുടെ 10 ലക്ഷം രൂപ തിരിച്ചു തരണം. ഞങ്ങളെ വഞ്ചിച്ചുണ്ടാക്കിയത് പൈസയല്ലേ അത് കിട്ടിയേ പറ്റൂ. ആ പൈസ ഞാൻ തിരിച്ചു തരാം. എനിക്ക് വേണ്ട നിങ്ങളുടെ ശാപം കിട്ടിയ പൈസ. പക്ഷെ കുറച്ച് സാവകാശം വേണം. ഞാൻ നല്ല ബുദ്ധിമുട്ടിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളോട് പൈസ ചോദിച്ചപ്പോൾ തന്നിരുന്നുവെങ്കിൽ, നിങ്ങൾ സഹായിച്ചിരുന്നുവെങ്കിൽ എനിക്ക് പക്ഷേ ഇത് ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഏതായാലും പൈസ ഞാൻ തിരിച്ചു തരാം. കുറച്ച് നാളുകൾ കഴിഞ്ഞോട്ടെ, ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ തരാം. ഞാൻ തിരിച്ചു തരാം. ഓക്കെ. ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ തീരേണ്ടതല്ല സ്നേഹബന്ധം. പരസ്പര സ്നേഹവും ബഹുമാനവും വേണം. എങ്കിലേ ബന്ധം നിലനിൽക്കത്തുള്ളൂ. മനസ്സിൽ സൂക്ഷിക്കാതെ തുറന്നു ചോദിക്കാനുള്ള ആർജവം കാണിക്കണം. എങ്കിലേ ബന്ധം കാണും, ശക്തി കാണും. നമ്മളിപ്പോ കുറെ പേരെ കാണാൻ പോവാ. വാവ നോക്കി കുഞ്ഞിനെ സൂക്ഷിച്ചിറക്കണേ. നോക്കാവേ.
എല്ലാരും കേട്ടോ? ആ ഉപ്പക്കാരെന്ന് പറയുമോ അപ്പക്കാരൻ. ഞാൻ വന്നത് കണ്ട് ഇത് നിങ്ങളെ ഏൽപ്പിക്കാനോടാണ്. പറഞ്ഞ പോലെ എല്ലാം ഉണ്ട്. ഓക്കെ, എല്ലാം ശരിയായേ? ഞങ്ങൾ ഈരാറ്റുപേട്ടയ്ക്ക് പോവാം. ബൈ ബൈ. ശരി, ഓക്കെ. വാ വാ വാ, ഇപ്പൊ തന്നെ ലേറ്റായി. കേറി സൂക്ഷിച്ച്, തല ഇടിക്കരുത് കുഞ്ഞിൻ്റെ. കേറി ഞങ്ങൾ കേറി